ഗുഡ് മോർണിംഗ്. ഗ്രേസ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 1-2-1-2 ടെക്നിക് അല്ലെങ്കിൽ 12-12 ടെക്നിക്ക്. കുറേ ആളുകൾ ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാക്ടീസുകൾ ഓരോന്നും ചെയ്ത് നോക്കിയിട്ട് അതിനൊന്നും റിസൾട്ട് കാണുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. ചിലവർക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല, ചിലരുടെ റെഡിയാവും ചിലരുടെ റെഡിയാവില്ല എന്ന് പറയണ പോലെ ചിലർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ല, എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ചിന്താ വൈകല്യമാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാതെ പോകുന്നത്. എത്രത്തോളമാണോ ഹൈ വൈബ്രേഷൻ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടായിരിക്കും മാനിഫെസ്റ്റേഷൻ സാധ്യമാകുന്നത്. അപ്പൊ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ എനർജി ലെവൽ, നമ്മുടെ വൈബ്രേഷന്റെ തലം എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കും എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന ടെക്നിക്കുകളൊക്കെ ചെയ്തിട്ട് റിസൾട്ട് ഡിലേ ആകുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു ചെറിയ സംശയം പോലെ വരുന്നു, എനർജി ലെവൽ കുറച്ച് ഡൗൺ ആവുന്ന പോലെ തോന്നുന്നു, അപ്പോൾ നമുക്ക് ഒട്ടുമിക്കവർക്കും റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ 12-12 ടെക്നിക്ക് എന്താണ് ശരിക്കും മീൻ ചെയ്യുന്നത് എന്നും അതുപോലെ അതായത് അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതും, ഈ 12-12 ടെക്നിക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, ഒരുപാട് രീതികൾ ഇതിനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും നല്ല 2 മെത്തേഡിൽ ഞാനിന്നത് പറഞ്ഞു തരികയാണ്. ഒട്ടുമിക്കവർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ടെക്നിക്ക് നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചിന്തകൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിരീക്ഷിക്കുക, ബോധപൂർവം നിങ്ങൾ ഇരിക്കുക, അതായത് പ്രസന്റിൽ ജീവിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമുക്ക് ഇന്നലകൾ ഇല്ല, നാളെക്കുറിച്ചുള്ള ആവലാതികൾ, ഉത്കണ്ഠ ഇതൊന്നുമില്ല. ഇന്ന് എന്താണോ ഇന്ന് എന്ന് പറയുന്ന മൊമെന്റ് ഇല്ലേ, പ്രസന്റ് മൊമെന്റ്, അതിനെ ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ലാഗ് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 12-12 എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം പല ഏഞ്ചൽ നമ്പേഴ്സും ഒരുപാട് മീനിങ്ങുകൾ, അതായത് പ്രപഞ്ചം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് അർത്ഥങ്ങൾ അതിന് തരുന്നുണ്ട് എന്നുള്ളത്. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് 12-12 എന്ന് പറയുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രപഞ്ചവുമായി ഒരു താതാത്മ്യം പ്രാപിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം ഒരു ഗോൾഡൻ നിറത്തിലുള്ള ഒരു പ്രകാശമായിട്ട് നമ്മുടെ ശിരസ് തുടങ്ങി കാൽപാദം വരെ നമ്മുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന ഒരു ഫീല്, ഒരു പ്രത്യേക ഒരു എനർജി, ഒരു വൈബ്രേഷൻ നമ്മളിലേക്ക് കിട്ടുന്നുണ്ട്. ആ അനുഗ്രഹം, നിങ്ങൾ അതിന് അനുഗ്രഹീതയാണ് അല്ലെങ്കിൽ അനുഗ്രഹീതനാണ് എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു നമ്പർ മീൻ ചെയ്യുന്നത്. അതിന്റെ പ്രാധാന്യം അതാണ്. അപ്പൊ നമ്മൾ ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ കൈ അവരുടെ ശിരസിന് മുകളിൽ, അതായത് നമ്മുടെ നെറുകന്തലയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ കൈ വെച്ച് നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ കൈ തലയിൽ ടച്ച് ചെയ്യണമെന്ന് തന്നെയില്ല, പക്ഷെ ആ നമ്മുടെ കയ്യിൽ നിന്നും പ്രവഹിക്കുന്ന എനർജി ആ ശിരസിലൂടെ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ വേറെ ചിന്തകളെ കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുമ്പോൾ ഈ എനർജിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ സാധിക്കാതെ വരും. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ആ എനർജി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നല്ല എനർജി, ആ പ്രപഞ്ചശക്തിയിൽ നിന്നും നമ്മളിലേക്ക് വരുന്ന ഹൈ വൈബ്രേഷൻ ആയിട്ടുള്ള ഒരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ നിങ്ങൾ യോഗ്യരാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ നമ്പർ കാണുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ഈ ടെക്നിക്ക് ചെയ്യേണ്ട രീതികൾ പറയാം. അതിനു മുമ്പായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഏറ്റവും ആദ്യം തന്നെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ശരീരത്തിലെയും മനസ്സിലെയും അഴുക്കുകൾ നീക്കം ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മളൊരു കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന പോലെ ആകും.
കുടത്തിനകത്തേക്ക് ഒരു ഇറ്റ് വെള്ളം പോലും കിട്ടില്ല. ഓക്കെ, അപ്പൊ ബോഡി ക്ലൻസ് ചെയ്യാന്ന് പറയാൻ നമുക്കറിയാം, നല്ലൊരു ഷവർ ബാത്ത് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയിലെ അഴുക്കുകളൊക്കെ നമ്മൾ നീക്കം ചെയ്യുന്നുണ്ട് കുളിച്ചതിന് ശേഷം. പക്ഷെ മനസ്സിലെ അഴുക്കുകൾ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത്? അതിനായിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും മെഡിറ്റേഷൻ അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് അതിന് ഒരുപാട് സഹായകമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പ്രാണായാമ പോലുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജന്റെ അളവ് ധാരാളമായിട്ട് വരും. ഈ ഓക്സിജന്റെ അളവ് ധാരാളം വന്നു കഴിയുമ്പോൾ സ്ട്രെസ് അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സുകൾ കുറെ റിമൂവ് ചെയ്യപ്പെടും. പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. പിന്നെ മെഡിറ്റേഷൻ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ പോസിറ്റിവിറ്റി കൂടും, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ അങ്ങനെ മൈൻഡ് ആൻഡ് ബോഡി ക്ലെൻസ് ചെയ്യുക. രണ്ടാമത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇത് എഴുതാനായിട്ടൊരു പേപ്പറിലാണ് നമ്മൾ ഇത് എഴുതുന്നത്, അത് എഴുതാനായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക. ഒരുപാട് ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം, നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ ഇല്ലാത്തതായിട്ടുള്ള ഒരു ഒഴിഞ്ഞൊരു ഭാഗം എവിടെയാണോ അവിടെ, ഇപ്പൊ മേശയോ അല്ലെങ്കിൽ കസേരയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയുള്ള പൊടികള് കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ ഇരിക്കുന്ന സ്ഥലം ശുചിയായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, മൂന്നാമത്തെ കാര്യം, നിങ്ങളൊരു വെള്ള പേപ്പർ ആണ് എടുക്കേണ്ടത്, വരയിട്ട പേപ്പറൊന്നും അല്ലാതെ ഒരു വെള്ള പേപ്പർ എടുക്കുക. 4, ആ വെള്ള പേപ്പറിൽ നിങ്ങൾക്ക് ബ്ലൂ, ഗ്രീൻ, റെഡ് കളറിലുള്ള പെൻ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ബ്ലാക്ക് കളറുള്ള പെൻ ഒഴിവാക്കുക. അതായത് കറുത്ത മഷിപ്പേന ഒഴികെ ബാക്കി ഏത് കളറും നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി എന്താണ് നിങ്ങളുടെ നടക്കേണ്ടതായ ആഗ്രഹം? കൃത്യമായിട്ട് ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, പ്രസന്റ് ടെൻസിലായിരിക്കണം അത് എഴുതേണ്ടത്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിലായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, എനിക്കിപ്പോൾ ഒരു വീട് വേണമെന്നുള്ളതാണ് എങ്കിൽ അത് ഇത്ര സ്ക്വയർ ഫീറ്റിൽ, നമ്മുടെ മനസ്സിലൊരു പ്ലാൻ കാണുമല്ലോ. അപ്പോൾ 1 നില അല്ലെങ്കിൽ 2 നില വീട് അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് എന്നുള്ളതാണെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റിൽ എൻ്റെ ഡ്രീം ഹൗസ് എനിക്ക് ലഭിച്ചതിന് നന്ദി, അല്ലെങ്കിൽ എനിക്കത് പണി കഴിപ്പിക്കാൻ സാധിച്ചതിന് നന്ദി, അല്ലെങ്കിൽ ഞാൻ ആ പുതിയ വീട്ടിൽ താമസിക്കുന്നതിന് നന്ദി എന്നുള്ള ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ എഴുതുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയാണെങ്കിൽ അങ്ങനെ, നിങ്ങൾ ഒരു വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടേക്ക് പോകുന്നതിനായിട്ടുള്ള വിസ കാര്യങ്ങളെല്ലാം റെഡി ആകുന്നതിനായിട്ടാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അഫർമേഷൻ പറയാം. അത് ഏത് രാജ്യമാണെന്ന് വെച്ചാൽ അവിടേക്ക് പറയാം, അവിടേക്ക് പോകുന്നതിനുള്ള വിസ എനിക്ക് അപ്രൂവൽ ആയതിന് നന്ദി എന്ന് പറഞ്ഞുള്ള രീതിയിൽ എഴുതാം. അങ്ങനെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിൽ കണ്ടതിന് ശേഷം നിങ്ങൾ ഏറ്റവും ആദ്യം പേപ്പറിന്റെ ആദ്യം 12 12 എന്ന് എഴുതുക. പേപ്പറിന്റെ മിഡിൽ ഭാഗത്തായിട്ട് 12 12 എന്ന് എഴുതിയതിന് ശേഷം താഴേക്ക് 12 തവണ ഈ ഒരു കാര്യം എഴുതുക. 12 തവണ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന് താഴെ താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് 3 തവണ എഴുതുക. ഇനി ഇത് എഴുതിയതിന് ശേഷം നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ച് ഒരു 12 സെക്കൻഡ് അത് വിഷ്വലൈസ് ചെയ്യുക. 12 സെക്കൻഡ് അതിനകത്ത് പറയും. 12-12 റൂളിൽ ശരിക്കും പറഞ്ഞാൽ 12 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് 12 സെക്കൻഡ് വിഷ്വലൈസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ 12 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എണ്ണിയോ ഫോണിൽ കൃത്യമായിട്ട്, കാരണം 12 സെക്കൻഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് കടന്നു പോകും. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, അത്രമാത്രം. ആ എഴുതി വെച്ചിരിക്കുന്ന കാര്യം നടന്നു, അത് നിങ്ങൾക്ക് ലഭിച്ചു. ആ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ പേപ്പറും പേനയും എടുത്ത് മാറ്റി വെക്കുക. നമ്മുടെ ഇടത് കൈയുടെ മോതിര വിരലില് 12 12, ഇതിന്റെ ഈ ആദ്യ ഭാഗത്ത് 12, ഇവിടെ നടുക്ക് ഇങ്ങനെ ഒരു വര പോലെയില്ലേ, അതിന്റെ തൊട്ടപ്പുറയായിട്ട് 12 എന്ന് എഴുതി വെക്കുക. പിന്നെ അത് മാച്ചു കളയേണ്ടത് തന്നെ മാഞ്ഞു പൊക്കോളും. ഇത്രയുമാണ് 12-12 ടെക്നിക്കിൽ ചെയ്യേണ്ട കാര്യം. ഇനി എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? 2 രീതികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തെ രീതി ഞാൻ പറയാം. ഇത് ചെയ്യേണ്ടത് ആദ്യത്തെ രീതി അനുസരിച്ച് ഒന്നുകിൽ 12-12 AM ഓർ 12-12 PM. ശരിക്കും ഈ 12-12 ടെക്നിക്ക് തന്നെ എല്ലാം 12-ൽ നിൽക്കുമ്പോൾ, അതായത് അതിനുവേണ്ടി നമുക്കിപ്പോൾ കാത്തു നിൽക്കുകയാണെങ്കിൽ 12-ാം മാസം എന്ന് പറയുന്നത് ഡിസംബർ ആണ്, 12 എന്ന് പറയുന്ന ദിവസം വരണം. അപ്പൊ ഡിസംബർ 12 വരെ നമുക്കിപ്പോൾ ഒരു ആഗ്രഹത്തെ അവിടെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യിച്ച് അതിനു വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല.
അപ്പോൾ നമുക്ക് 12 വരുന്ന സമയം അത് രാവിലെ 12 AM ഉണ്ട്. അതൊക്കെയാണെങ്കിൽ നമ്മൾ അലാറം വെച്ച് എഴുന്നേറ്റ് അതിനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കേണ്ടതായി വരും അല്ലെ. അല്ലെങ്കിൽ 12 PM എപ്പോഴാണോ ആ ഒരു ടൈമിൽ ഇത് എഴുതുക, ഇതുപോലെ നമ്മുടെ ഇടത് കൈയുടെ മോതിരവിരലിലും എഴുതുക. അതിനുശേഷം ഇത് ലെറ്റ് ഗോ ചെയ്യുക. ഈ ഒരു മെത്തേഡ് അനുസരിച്ചിട്ടാണെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ അത് മറന്നേക്കുക. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട്, പ്രപഞ്ചത്തിലേക്ക് ആ ആവശ്യത്തെ ആ എനർജിയെ നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളത് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്തു. ഇനി നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങളുടെ സാധാരണ പ്രവൃത്തികളിൽ നിങ്ങൾ മുഴുകുക. ഒന്നുകിൽ നിങ്ങൾക്കത് 12 മണിക്കൂറിനകം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഈ ആഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ഈ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ്, അല്ലെങ്കിൽ ഈ ടൈം തന്നെ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണെങ്കിൽ രാവിലെ 6 AM തുടങ്ങി ഈവനിങ് 6 PM വരെയുള്ള സമയം, ആ 12 മണിക്കൂറിനകം, ഓക്കെ, രാവിലെ 6 മണി തുടങ്ങി വൈകിട്ട് 6 മണി വരെയുള്ള സമയം, ആ 12 മണിക്കൂറിനകം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാം. 12 തവണ എഴുതുക. ഇതുപോലെ മോതിര വിരളിൽ 12 എന്ന് എഴുതി വെക്കുക. നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നോക്കുക. പിറ്റേ ദിവസവും അതുപോലെ തന്നെ ഈ 6 AM 6 PM ഉള്ളിലുള്ള ഒരു സമയം, അത് തലേദിവസം എഴുതി അതേ ടൈം വേണമെന്ന് തന്നെ ഇല്ല, എപ്പോഴെങ്കിലും ഒരു ടൈം നിങ്ങൾക്ക് എഴുതുക. ഇതുപോലെ മോതിര വിരളിലും എഴുതുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് 21 ഡേയ്സ്, 12 ദിവസം എന്ന് പറയും, എന്നാൽ പോലും 21 ഡേയ്സ് നിങ്ങൾക്കിത് ചെയ്യാം. ഈ 21 ഡേയ്സിനുള്ളിലായിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും. 21 ഡേയ്സിനുള്ളിലായിട്ട് ഇത് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു, ഉറച്ച വിശ്വാസം, കൺസിസ്റ്റൻസി ഈസ് ദ കീ. അതുപോലെ തന്നെ ഉറച്ച വിശ്വാസത്തോടും കൂടി നമ്മൾ എത്രത്തോളം നമ്മുടെ എനർജി ലെവല്, ഞാൻ പറഞ്ഞില്ലേ, എത്രയൊക്കെ മെന്റർ ഉണ്ടെങ്കിലും ഏതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ഉണ്ടെങ്കിലും ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ വന്ന് പ്രവർത്തിക്കാൻ വേറൊരാൾക്കാവില്ല അല്ലെ. നമ്മുടെ മനസ്സിന്റെ കീ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ആയതിനാൽ എന്താണോ നമ്മുടെ ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ്, എന്ത് ഫ്രീക്വൻസി ആണോ നിങ്ങളിപ്പോ പ്രപഞ്ചത്തിലേക്ക് അയച്ചത്, അതിന്റെ റിസൾട്ടാണ് കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരിക്കണം. ഒരിക്കലും നടക്കില്ല എന്ന് 100% ഉറപ്പുള്ള ഒരു കാര്യത്തെ എന്നാ ഒന്ന് പരീക്ഷിച്ച് കളയാമെന്ന് കരുതിക്കൊണ്ട് ഈ ടെക്നിക്ക് ചെയ്താൽ ഇത് നടക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് നാളെ അമേരിക്കയ്ക്ക് പോകണം, വിസ പോലും ഇല്ലാത്ത ഒരാൾക്ക് ഒരു രാജ്യത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ നടക്കുമോ? ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞ കാര്യം. അപ്പൊ നമ്മൾ എന്ത് തന്നെയാണല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടണം, ഏജ് ഓവർ ആയി, ഇനി PSC എക്സാം എഴുതാൻ പറ്റാത്ത ഒരാളാണ്, ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന് പറഞ്ഞ് എഴുതിയാൽ കിട്ടുമോ? ഇല്ല. അപ്പൊ നടക്കാൻ സാധ്യതയുള്ളതായ കാര്യങ്ങൾ ചില എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ ചിന്താ വൈകല്യങ്ങൾ കൊണ്ട്, ചില ബ്ലോക്കുകൾ കൊണ്ട് അത് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ അതിവേഗം ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സംശയങ്ങൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുക. ഈ 2 രീതിയിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. ആദ്യത്തെ രീതിയാണെങ്കിൽ ആ ഫസ്റ്റ് ഡേ തന്നെ അറ്റ് എ ടൈം ചെയ്തത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഈ 6 AM 6 PM ഇടയിലുള്ള ഒരു സമയത്ത് അത് എഴുതിയതിന് ശേഷം നിങ്ങൾക്കത് 21 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതുമാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ മോതിര വിരലിൽ തന്നെ അത് എഴുതണം? നമുക്ക് 5 വിരലുണ്ട് അല്ലെ, എന്നിട്ട് മോതിര വിരലിൽ തന്നെ എഴുതണം എന്ന് എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പഞ്ചകോശ സിദ്ധാന്തം മിക്കവർക്കും അറിയായിരിക്കും. പഞ്ചകോശാസ് എന്ന് പറയുന്നത് അല്ലെ, അതിൽ ഏറ്റവും ആദ്യം നമ്മളുടെ കൈയെന്ന് പറയുന്നതിൽ എന്താണ്, നമ്മള് അന്നമയ കോശ, അതുപോലെ പ്രാണമയ കോശ, അന്നമയ കോശ, അതുപോലെ തന്നെ പ്രാണമയ കോശ, മനോമയ കോശ, വിജ്ഞാനമയ കോശ, ആനന്ദമയ കോശ, ഇങ്ങനെ 5 കാര്യങ്ങൾ പറയും. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്ന നമ്മൾ പറയുന്നത് അന്നമയ കോശ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുമായി റിലേറ്റഡ് ആണ്, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്. രണ്ടാമത് നമ്മൾ പറയുന്ന ഈ മോതിര വിരൽ എന്ന് പറയുന്നതാണ് നമ്മുടെ
പ്രാണമയ കോശ. പ്രാണമയ കോശ മീൻസ് നമ്മുടെ സോൾ ആയിട്ട് റിലേറ്റഡ് ആണ്, എനർജിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ മോതിര വിരലിൽ എഴുതുന്നു എന്ന് പറയുമ്പോൾ അത് ഏതുമായിട്ടാണ്, എനർജിയുമായി റിലേറ്റഡ് ആണ്. അപ്പൊ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പർ നമ്മൾ അവിടെ എഴുതി വെക്കുമ്പോൾ അത് ഈ എനർജി ലെവലിനെ ഹൈ ആക്കാൻ, ബൂസ്റ്റപ്പ് ആക്കാൻ, നമ്മുടെ വൈബ്രേഷണൽ തലം ഹൈ ആക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ അത് എഴുതണം എന്ന് പറയുന്നത്. പിന്നെ ഇടത് കൈയുടെ തന്നെ മോതിരവിരൽ എന്നാണ് പറയുന്നത്. ഇനി ഇടത് കൈ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അറിയില്ല കേട്ടോ. അത് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു തരണേ. ചിലപ്പോൾ ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഇടത് ഭാഗം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇടത് ഭാഗം എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഇതിനകത്ത് പറയുമ്പോൾ ഒരേ ഒരു ആഗ്രഹത്തെ നിങ്ങൾ എടുക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ ഒരേ ഒരു ആഗ്രഹത്തെ മാത്രം ചൂസ് ചെയ്യുക. ഒന്നിലധികം ആഗ്രഹങ്ങൾ അവിടെ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടെക്നിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും റിസൾട്ട് കിട്ടും, കിട്ടേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്ന് സുഗന്ധം. ഓക്കെ, ഇപ്പൊ മുറിയിൽ നല്ല എയർ ഫ്രഷ്നർ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല സുഗന്ധം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് ഹീൽ ചെയ്യും, പ്രത്യേകിച്ച് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ നല്ല അഗർബത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഈ 12 തവണ ഇരുന്ന് എഴുതുമ്പോൾ കുറച്ചുകൂടി നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ, നമ്മുടെ ഇന്നർ മൈൻഡിനെ ഹീൽ ചെയ്യാൻ കഴിവുള്ളതാണ് സുഗന്ധം. അതുപോലെ ലൈറ്റ്, ഒരുപാട് വലിയ വെളിച്ചമൊന്നുമല്ല, ചെറിയ വെളിച്ചങ്ങളില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള ചെറിയ വെളിച്ചം, അങ്ങനെയുള്ള വെളിച്ചം. അപ്പൊ ഈ ഇരുട്ടുള്ള മുറിയിലിരുന്ന് എഴുതാൻ പറ്റില്ലല്ലോ. എന്നാലും ചിലരില്ലേ ലൈറ്റ് ഒന്നും ഇടാതെ പകൽ വെളിച്ചമാണെങ്കിലും ചെറിയ ഇരുട്ടൊക്കെ, അങ്ങനെയല്ലാതെ നല്ല അത്യാവശ്യം വെളിച്ചമുള്ള റൂം, എന്നാൽ ഭയങ്കരമായ വെളിച്ചമല്ല. ഇതൊക്കെ നമ്മളെ ഹീൽ ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്കൂ. പല ആഗ്രഹങ്ങളും ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം, പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു കേട്ടോ, വിശ്വാസമാണ്. പലരും പറയുന്ന ഒരു കാര്യം, മാം ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഈ സംശയം ഇങ്ങനെ മനസ്സിലേക്ക് വരിക, അതെനിക്ക് ഇല്ലല്ലോ എന്നുള്ളത്. ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അത്രയും, നമ്മൾ ആരെയോ സംശയിക്കുന്നത്, നമ്മളെ തന്നെയോ. പ്രപഞ്ചശക്തി നമ്മുടെ കൂടെ ഉള്ളപ്പോ ഇതൊക്കെ ഒന്നും രണ്ടും ആളുകൾക്ക് മാത്രം വിധിച്ചേക്കുന്ന കാര്യമല്ല. ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെയാണ് പ്രപഞ്ചം തന്നേക്കുന്നത്. പക്ഷെ ചില ആളുകൾ റിച്ച് ആകുന്നതും ചില ആളുകൾ ദരിദ്രരാകുന്നതും നമ്മുടെ തന്നെ കുഴപ്പങ്ങൾ കൊണ്ടാണ്, നമ്മുടെ തന്നെ ചിന്തകളാൽ നമ്മൾ സൃഷ്ടിച്ച ജീവിതത്തിലാണ് നമ്മൾ ഈ ജീവിച്ചു പോകുന്നത്. ആ ചിന്താഗതികൾ ഒന്ന് മാറ്റി നമ്മുടെ എനർജി ലെവലും, അതിനാണ് കൺസിസ്റ്റൻസി. ഇത് 1-2 ദിവസം കൊണ്ടൊന്നും അല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല, ഒരു ജിമ്മിലൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ദിവസം പോയി പിന്നെ 2 ആഴ്ച പോയില്ല എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മാറ്റം കാണാൻ സാധിക്കുമോ? മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ പല ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹെയർ ഓയിൽ ചെയ്യുന്നു. 2 ദിവസം തേച്ചിട്ട് മുടി മുട്ടോളം വളർന്നില്ല എന്ന് പറഞ്ഞ് എണ്ണ ഉപേക്ഷിക്കുന്ന പോലെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ എനിക്ക് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത് നമ്മളെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കുന്ന ആ ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്കിതെല്ലാം, നമ്മളൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയി മാറും. അപ്പോഴാണ് നമുക്കിതെല്ലാം ആകർഷിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്